ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചേന കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നല്ലപോലെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ചേനയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കൈ ചൊറിയാതിരിക്കാനായിട്ടുണ്ടല്ലോ, നമ്മളൊരല്പം വെളിച്ചെണ്ണ കയ്യിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് വേപ്പിലയും. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മെഴുക്ക് പുരട്ടിയിൽ കായത്തിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ് കേട്ടോ. അത് ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മെഴുക്ക് പുരട്ടിക്കൊക്കെ കുറച്ചധികം എരിവ് മുന്നിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്കറിൽ ഒരല്പം വെള്ളവും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരൊറ്റ വിസിലടുപ്പിച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിന് ഇത് വെന്ത് കിട്ടിയാൽ മതി, ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് മുളകൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ചേന മെഴുക്ക് പുരട്ടി തയ്യാറാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.